ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാടൻ പലഹാരമാണ്. അത് പരിപ്പുവട. നമുക്കപ്പം പരിപ്പുവടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ 250 ഗ്രാം പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. മഴയായി വന്നപ്പോഴത്തേക്ക് തന്നെ ഞാൻ നേരത്തെ തന്നെ പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു പോകണ്ട, ഒന്ന് പൊടിഞ്ഞ് ഏകദേശം ഈ പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് അത് മുഴുവനായിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം അവസാനം നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 സ്പൂണ് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ചതച്ച വെളുത്തുള്ളിയും പെരിഞ്ജീരകവും അരച്ചു വെച്ച പരിപ്പിൻ്റെ കൂടെ ചേർത്തെടുക്കാം നമുക്ക്. അതിനോടൊപ്പം തന്നെ കുറച്ച് പരിപ്പ് ഞാൻ നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇടാം. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാനൊരു 4-5 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 3 പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചും ചേർക്കുന്നുണ്ട്. കൂടാതെ 1 സ്പൂണ് മുളക് പൊടി, കറിവേപ്പില ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് എല്ലായിടത്തും മിക്സായി കിട്ടും. അതിനുശേഷം നമുക്ക് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. പാനല്ല, ഞാനൊരു ചീനച്ചട്ടിയാണ് വച്ചിരിക്കുന്നത്. ചീനച്ചട്ടി നാടൻ പലഹാരം ആയതുകൊണ്ട് നമുക്ക് ചീനച്ചട്ടി വയ്ക്കാം. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ഓരോന്നും നാരങ്ങ വലിപ്പത്തിൽ എടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് തട്ടി നമുക്ക് അധികം തീ കൂടി പോരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് തിരിച്ചും മറിച്ചു വിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറു തീയിൽ വെച്ച്, ഒരുപാട് തീ കൂടിപ്പോയാൽ ഉള്ളു വെന്ത് കിട്ടൂല. അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാം നല്ലതുപോലെ മുരിച്ചെടുക്കാം. അങ്ങനെ മുഴുവനും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. സ്വാദിഷ്ടമായ പരിപ്പുവട നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. എല്ലാവർക്കും ഇത് അറിയായിരിക്കും. എന്നാലും ഓരോരുത്തർ ചെയ്യുന്നത് ഓരോ രീതി ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചതേ ഉള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ബായ്.